Welcome back to the classes of Construction Management and Safety Engineering. It's me, your Rahis sir, and we will be discussing today these three topics, which are the modified Gantt chart, CPM or critical path method, PERT or program evaluation and review technique. So have already discussed about Gantt chart, right? Gantt chart. Gantt chart എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊരു ബാർ ചാർട്ടാണ് ഇൻ വിച്ച് ആക്ടിവിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ഓൺ ടു എ ടൈം സ്കെയിൽ വിത്ത് ഹൊറിസോണ്ടൽ ബാർസ് അല്ലേ? ആക്ടിവിറ്റീസിനെ ഒരു ടൈം ഫ്രെയിമിലോട്ട് ഹൊറിസോണ്ടൽ ബാറുകളായി റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഗണ്ട് ചാർട്ട്. അപ്പോൾ ഗണ്ട് ചാർട്ടിന്റെ മെച്ചങ്ങൾ നമ്മൾ അന്ന് കണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു? ആക്ടിവിറ്റി എന്നാണ് അവസാനിക്കുക, ഏതൊക്കെ ആക്ടിവിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും, വൈകിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഗണ്ട് ചാർട്ടിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡിഫൈഡ് ഗണ്ട് ചാർട്ട് എന്നാൽ എന്താണ്? അതൊന്ന് നോക്കിയാലോ. സോ മോഡിഫൈഡ് ഗണ്ട് ചാർട്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഗണ്ട് ചാർട്ടിൻ്റെ ഇതുപോലെ തന്നെയാണ്. Then what is the difference between them? It has two bars to represent a single activity. ഒരു സിംഗിൾ ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് ബാറുകളുണ്ട്. ഗണ്ട് ചാർട്ടിൽ എങ്ങനെയായിരുന്നു? ഒരു സിംഗിൾ ഹൊറിസോണ്ടൽ ബാർ ആണ് ഒരു ആക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. മോഡിഫൈഡ് ഗണ്ട് ചാർട്ടിലോ there are two bars. Here it is shown in yellow color and blue color. അപ്പോൾ രണ്ട് കളറിലുള്ള രണ്ട് ബാറുകൾ ഒരു സിംഗിൾ ആക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാർ ചാർട്ടുകളാണ് എന്ത്? മോഡിഫൈഡ് ബാർ ചാർട്ട്. ആൻഡ് വാട്ട് ഡസ് ദീസ് ബാർസ് ഇൻഡിക്കേറ്റ്സ്? ഈ ബാറുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ ഫസ്റ്റ് ബാർ ഇൻഡിക്കേറ്റ്സ് ദ പ്ലാൻഡ് ഷെഡ്യൂൾ ആൻഡ് ദ സെക്കൻഡ് ബാർ ഇൻഡിക്കേറ്റ്സ് ദ ആക്ച്വൽ പ്രോഗ്രസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി, ഇപ്പോൾ ആക്ടിവിറ്റി ബി ശ്രദ്ധിക്കൂ. ആക്ടിവിറ്റി ബിക്ക് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് 8 ദിവസമാണ്. ആൻഡ് ആക്ടിവിറ്റി ബി ഷെഡ്യൂൾ ചെയ്ത് സ്റ്റാർട്ട് 6-ാം ദിവസമാണ്. എൻഡിങ് ദിവസം 14ആണ്. അപ്പോൾ 6-ാം ദിവസം തുടങ്ങി 14-ാം ദിവസം അവസാനിക്കുന്ന 8 ദിവസം എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി ബി എന്നാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മുൻകൂട്ടി. ബട്ട് ആക്ച്വൽ പ്രോഗ്രസ് എന്താണെന്ന് ഉദ്ദേശിച്ച് 8-ാം ദിവസം തുടങ്ങി 16-ാം ദിവസം അവസാനിച്ച 8 ദിവസം ഡ്യൂറേഷൻ എടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി ബി. അപ്പൊ ഇത് പ്ലാൻ ആയിരുന്നു. നമ്മുടെ യെല്ലോ കളറിൽ കാണിച്ചത് നമ്മുടെ പ്ലാൻ ആയിരുന്നു. ബട്ട് ബ്ലൂ കളറിൽ കാണിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ആക്ടിവിറ്റി ഡി നമ്മൾ എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? 0, ദ വെരി ഫസ്റ്റ് ഡേ. ആൻഡ് 6 ദിവസമാണ് ടോട്ടൽ എടുക്കേണ്ടിയിരുന്നത്. ആൻഡ് 6-ാം ദിവസം അവസാനിക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ശരിക്കും ആക്ടിവിറ്റി ഡി സ്റ്റാർട്ട് ചെയ്തത് 2-ലാണ്. ആൻഡ് 10 ദിവസത്തോളം അതിന് സമയം എടുക്കേണ്ടി വന്നു. ആൻഡ് 12-ാമത്തെ ദിവസമാണ് അത് അവസാനിച്ചത്. അപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് 6 days ആയിരുന്നു. 0-ൽ സ്റ്റാർട്ട് ചെയ്ത് 6-ൽ അവസാനിക്കുമെന്ന രീതിയിലായിരുന്നു. പക്ഷെ ശരിക്കും നടന്നതോ 10 days സമയമെടുത്തു. 2-ാം ദിവസം തുടങ്ങി 12-ാം ദിവസം അവസാനിച്ചു. അപ്പോൾ പ്രോജക്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. ആ വ്യത്യാസത്തെ കൂടെ നമുക്ക് ബാർ ചാർട്ടിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ ആ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യത്തെ ബാർ ചാർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ടിവിറ്റിക്ക് തന്നെ 2 ബാറുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഗണ്ട് ചാർട്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് മോഡിഫൈഡ് ഗണ്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻസിലോട്ട് പോവാം. സോ എ നോർമൽ ഗണ്ട് ചാർട്ട് വിൽ നോട്ട് ഗീവ് അപ് ടു ഡേറ്റ് പൊസിഷൻ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദ വർക്ക് അല്ലേ? ഒരു പ്രോജക്റ്റിന്റെ പ്രോഗ്രസിന്റെ അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ പ്രോജക്റ്റിന്റെ അവസ്ഥ എന്താണ്? ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത ബാർ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രോജക്റ്റ് എവിടം വരെ എത്തി എന്നുള്ള കാര്യം അറിയാൻ, കറണ്ട് പ്രോഗ്രസ് കാണിക്കാൻ ഒരു നോർമൽ ഗണ്ട് ചാർട്ടിനെ കൊണ്ട് സാധിക്കൂല. സോ modified Gantt chart is an upgraded form of Gantt chart which can show the real-time progress of the work along with the planned schedule. അപ്പോൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂളിന്റെ കൂടെ തന്നെ
റിയൽ ടൈം പ്രോഗ്രസ് ഓഫ് ദ വർക്ക്, യഥാർത്ഥത്തിൽ സൈറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗൺ ചാർട്ടാണ് എന്ത്, മോഡിഫൈഡ് ഗൺ ചാർട്ട്. അപ്പോൾ സാധാരണ ഗൺ ചാർട്ടിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. എന്താണ് ആ അപ്ഗ്രേഡേഷൻ? പ്ലാൻഡ് ഷെഡ്യൂളിന്റെ കൂടെ തന്നെ റിയൽ ടൈം പ്രോഗ്രസും കൂടെ കാണിക്കാൻ കഴിയുന്ന തരം ബാർ ചാർട്ടുകളാണ് അല്ലെങ്കിൽ ഗൺ ചാർട്ടുകളാണ് എന്ത്, മോഡിഫൈഡ് ഗൺ ചാർട്ട്. And it provides clear idea about up to date position of the work. അല്ലേ, യഥാർത്ഥത്തിൽ പ്രോജക്റ്റ് എവിടം വരെ ആയി എന്നതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് മോഡിഫൈഡ് ഗൺ ചാർട്ടിൽ നിന്നും ലഭിക്കുന്നതാണ്. ഡീവിയേഷൻസ് ഓഫ് ആക്ച്വൽ പ്രോജക്റ്റ് ടൈം ഫ്രം ദ പ്ലാൻഡ് ഷെഡ്യൂൾ ക്യാൻ ബി ക്ലിയർലി വിഷ്വലൈസ്ഡ്. ഇപ്പോൾ പ്രോജക്റ്റ് ഒരു 24 ദിവസത്തെ പ്രോജക്റ്റ് ആയിരുന്നു, ഒരു 12 ദിവസം ആയതിനു ശേഷം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാണ് ഈ ബാർ ചാർട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി 12ാമത്തെ ദിവസം നടക്കേണ്ട പ്രവൃത്തികളൊന്നും 12ാമത്തെ ദിവസം നടന്നു തീർന്നിട്ടില്ല. അപ്പോൾ അതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 24 ദിവസം കൊണ്ട് പ്രോജക്റ്റ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചില പ്രത്യേക ആക്ടിവിറ്റികളെ ശ്രദ്ധിച്ച് ദിവസം കുറച്ച് പെട്ടെന്ന് തീർക്കാനുള്ള നടപടികൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആക്ച്വൽ പ്രോജക്റ്റിന്റെ ടൈമിൽ നിന്നും ആക്ച്വൽ പ്ലാൻഡ് ഷെഡ്യൂളിൽ നിന്നും പ്രോജക്റ്റ് ടൈം എത്ര ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് ബാർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് thus it gives better control on the project to take necessary step to speed up the work. അങ്ങനെ നമ്മൾക്ക് എങ്ങനെ പ്രോജക്റ്റിനെ കൺട്രോൾ ചെയ്ത് ആക്ടിവിറ്റീസിന്റെ സ്പീഡ് കൂട്ടി പ്രോജക്റ്റ് കൃത്യസമയത്ത് തീർക്കാൻ പറ്റും, ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ള സഹായം നമുക്ക് മോഡിഫൈഡ് ഗൺ ചാർട്ടിൽ നിന്ന് കിട്ടും. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്ത് അവയെ കറക്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഈ മോഡിഫൈഡ് ഗൺ ചാർട്ട് വളരെ സഹായകമാവും. അപ്പോൾ മോഡിഫൈഡ് ഗൺ ചാർട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. സെയിം ആസ് ദാറ്റ് ഓഫ് എ ബാർ ചാർട്ട് or a gun chart which has two horizontal bars representing, first one represents the actual schedule of the activity and the second one represents the real time progress of the work. ഓക്കെ, അപ്പോൾ അത്രയാണ് മോഡിഫൈഡ് ഗൺ ചാർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Let's see a ബാർ ചാർട്ട്. ഈ ബാർ ചാർട്ടിന്റെ കുറച്ച് പ്രധാന ടേംസ് മാത്രം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോകാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലോട്ട്. അപ്പോൾ ഈ ബാർ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആക്ടിവിറ്റി A has got 6 days time and activity B has got 8 days time, activity C has got 7 days time. In total it's take 21 days to complete. അല്ലേ, 21 ദിവസം കൊണ്ടാണ് ഈ എ ബി സി ആക്ടിവിറ്റികൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ സംഭവിക്കുന്നത്. ആൻഡ് സി ഡി ഇ എഫ് ഈ 3 ആക്ടിവിറ്റികളും ഇവയേക്കാൾ കുറഞ്ഞ ഡ്യൂറേഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിനകത്ത് ഈ ആക്ടിവിറ്റീസ് നമുക്ക് തീർക്കാൻ സാധിക്കും. സോ 21 days ആണ് എന്ത്, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം. അപ്പോൾ പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ആക്ടിവിറ്റികളാണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു റണ്ണിങ് റേസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിലെ ഏറ്റവും സ്ലോ ആയിട്ട് ഓടുന്ന ആള് ഓടി തീർക്കുമ്പോഴാണ് റണ്ണിങ് റേസ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഭക്ഷണം, ഒരു 10 പേരിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിക്കാം. ഭക്ഷണ പരിപാടി തീർന്നു എന്ന് പറയൽ എപ്പോഴാണ്? ഏറ്റവും സ്ലോ ആയിട്ട് ഭക്ഷണം കഴിച്ച് തീർക്കുന്ന ആള് ആ തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണ പരിപാടി തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം കഴിച്ചെണീറ്റ ആള് ആദ്യം കഴിച്ചെണീറ്റു, അതോടെ ഭക്ഷണം പരിപാടി കഴിഞ്ഞില്ലല്ലോ. അതേപോലെ പ്രോജക്റ്റ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരം ഏറ്റവും സമയമെടുത്ത് ആക്ടിവിറ്റികൾ തീരുമ്പോൾ എത്ര സമയമാവും, അതിനാണ് പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡി ഇ എഫ് എന്നീ ആക്ടിവിറ്റികൾക്ക് ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ. കുറച്ച് ദിവസം വൈകിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് പറയുന്ന പേരെന്താണ്? ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ആണ്. ഇത്ര ദിവസം, ഇപ്പൊ ഇവിടെ 8 ദിവസത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഈ ആക്ടിവിറ്റി ഡിഒ ഇഒ എഫ്ഒ 8 ദിവസം വൈകി തുടങ്ങിയാലും പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ
അത് ബാധിക്കത്തില്ല. കാരണം ഇവിടെ വന്നിട്ടേ എൻഡ് ചെയ്യുള്ളൂ. 8, 9 ആയി കഴിഞ്ഞാൽ ചിലപ്പം പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കും. ബട്ട് സ്റ്റിൽ ദെൻ അത് ബാധിക്കത്തില്ല. ഇവിടെ പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? എ, ബി, സി. ആൻഡ് ഈ എയുടെയും ബിയുടെയും സിയുടെയും ഡ്യൂറേഷൻ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 21 days. 21 days ആണ് ഇവിടെ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പ്രോജക്റ്റിന്റെ ടോട്ടൽ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കുന്ന ആക്ടിവിറ്റികളെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ആക്ടിവിറ്റികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുക്കുന്ന ആക്ടിവിറ്റികളായിരിക്കും. അപ്പൊ നമുക്കത് നെറ്റ്വർക്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പ്രോജക്റ്റിന്റെ ടൈം ഓഫ് കംപ്ലീഷനെ ബാധിക്കുന്ന ആക്ടിവിറ്റികളാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടു എ, ബി, സി ആണ്. ഈ നെറ്റ്വർക്കിന്റെ ബാർ ചാർട്ട് ആണല്ലോ നമ്മൾ അവിടെ വരച്ചത്. അപ്പൊ എ, ബി, സിനെ നമുക്കൊന്ന് മാറ്റി റെപ്രസെന്റ് ചെയ്യാം. എ, ബി, സിനെ വലിയ ബാറുകളും ഒരു ഗ്ലോയും ചേർത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി ബിയും ആക്ടിവിറ്റി സിയും ആണ് ഇവിടെ എന്ത്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ആൻഡ് അവർ ഫോളോ ചെയ്യുന്ന ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, അതായത് ഇവന്റ് 1-ൽ നിന്നും 2, 2-ൽ നിന്നും 4, 4-ൽ നിന്നും 6, അതിന്റെ ഇടയിൽ ആക്ടിവിറ്റി എ, ബി, സി. ഈ ഒരു വഴി, ഈ വഴിക്ക് പറയുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ പാത്ത്. So critical path represents the path of critical activity. ക്രിട്ടിക്കൽ ആക്ടിവിറ്റികളുടെ പാത്തിനെ ഏതൊക്കെയാണ്? എ, ബി, സി. ഈ പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ക്രിട്ടിക്കൽ പാത്താണ്. കാരണം എന്താണ്? ഈ ക്രിട്ടിക്കൽ പാത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ, ആക്ടിവിറ്റി 8B എന്നുള്ളത് 8 ഡേയ്സിന് പകരം അത് 9 or 10 ആയി കഴിഞ്ഞാൽ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം 21-ൽ നിന്നും 23 ആയി മാറും. അതേസമയം പ്രോജക്റ്റ് ഇപ്പോൾ ആക്ടിവിറ്റി ബി 8 ദിവസം കൊണ്ട് തീർക്കേണ്ടത് 6 ദിവസം കൊണ്ട് തീർക്കാൻ സാധിച്ചാലോ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം 21 ദിവസത്തിൽ നിന്നും 19 ദിവസത്തിലോട്ട് ചുരുങ്ങും, അല്ലേ? അപ്പോൾ പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ ടൈമിനെ ബാധിക്കുന്ന ആക്ടിവിറ്റികളുടെ ആ ഒരു പാതക്ക് പറയുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ പാത്ത്. ഈ ക്രിട്ടിക്കൽ പാത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അത് ഈ ഒരു അനാലിസിസ് മെത്തേഡാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഷെഡ്യൂളിംഗ് ടെക്നിക്. ലോകത്ത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ മാത്രമല്ല എല്ലാ മാനേജ്മെന്റ് ടൂളുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ക്രിട്ടിക്കൽ path method. So critical path represents the series of activities which should not be delayed for the timely completion of the project. പ്രോജക്റ്റിന്റെ സമയബന്ധിതമായ കംപ്ലീഷന് വേണ്ടിയിട്ട്, ടൈംലി കംപ്ലീഷൻ, ഡിലേ ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റികളുടെ സീരീസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇറ്റ് റെപ്രസെന്റ്സ് ദ സീരീസ് ഓഫ് ആക്ടിവിറ്റികളുടെ ഒരു സീരീസ് ആണ്, വിച്ച് ഷുഡ് നോട്ട് ബി ഡിലേഡ്, അതിൽ യാതൊരു ഡിലേയും വരാൻ പാടില്ല, ഫോർ ദ ടൈംലി കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ആൻഡ് ദ ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക്, longest time of completion represents the minimum time required to complete the project. നമ്മൾ പറഞ്ഞു ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് ആണ് ഒരു നെറ്റ്വർക്കിലെ ലോങ്സ്റ്റ് ടൈം ഓഫ് കംപ്ലീഷൻ, ഏറ്റവും കൂടുതൽ സമയമെടുത്ത് തീരുന്ന ലോങ്സ്റ്റ് പാത്ത് ഓഫ് ദി നെറ്റ്വർക്ക് റെപ്രസെന്റ്സ് മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ സമയം കംപ്ലീഷന് വേണ്ടി എടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കംപ്ലീറ്റ് ആവുന്ന സീരീസ് ഓഫ് ആക്ടിവിറ്റി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിത്ത് റണ്ണിംഗ് റേസിന്റെ എക്സാമ്പിൾ. സോ ദ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഈസ് കൺസിഡേർഡ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് ഇൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ ആയിട്ട്, പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഈസ് കൺസിഡേർഡ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് ഓർ ഫിക്സ്ഡ്. ഒരു ആക്ടിവിറ്റിക്ക് 8 ദിവസമാണ് ഡ്യൂറേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് 8 ദിവസമേ എടുക്കത്തുള്ളൂ. അത്രയും ഉറപ്പുള്ള ആക്ടിവിറ്റികളും അത്രയും ഉറപ്പുള്ള ടൈമും ആണ് നമ്മൾ അതിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ
ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലെ ഓരോ ആക്ടിവിറ്റികൾക്കും നമ്മളൊരു ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ യാതൊരു ചേഞ്ചും വരത്തില്ല. ശരിക്കും കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു കോൺക്രീറ്റിംഗ് ഞങ്ങൾ 7 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 7 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ കൺസ്ട്രക്ഷൻ ചെയ്ത് ശീലമില്ലാത്ത ഒരാൾക്ക് എന്തായിരിക്കും അവസ്ഥ? അയാൾക്ക് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. 7 ദിവസം കൊണ്ട് തീരുമാനിച്ച സാധനം ചിലപ്പോൾ 8, 9, 10 ദിവസം ആയെന്ന് വരാം. ചിലപ്പോൾ അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള വർക്കറിന് എന്തെങ്കിലും ആക്സിഡൻസോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 15, 16 ദിവസമായിട്ട് കൂടി വരാം. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ എപ്പോഴും ടൈം ഹാസ് ടു ബി ഫിക്സ്ഡ് ഓർ ദ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ഹാസ് ടു ബി ഫിക്സ്ഡ്. ഒരു ആക്ടിവിറ്റിക്ക് നമ്മളൊരു ഡ്യൂറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ യാതൊരു ചേഞ്ചും വരൂല എന്നുള്ളതാണ് CPM മെത്തേഡിന്റെ ഒരു വലിയൊരു ഫീച്ചർ. അതേസമയം നമുക്ക് PERT മെത്തേഡിനെ കൂടെ കുറിച്ചിട്ട് ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ആസ് പ്രപ്പോസ്ഡ് ഡ്യൂ ടു വേരിയസ് റീസൺ. അല്ലേ, നമ്മൾ മുൻകൂട്ടി പ്രപ്പോസ് ചെയ്തത് പ്രകാരം പറഞ്ഞ കൃത്യസമയത്ത് തന്നെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റൂല. അതൊരു പ്രാക്ടിക്കൽ കേസാണ് പറയുന്നത്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സം ആക്ടിവിറ്റീസ് ഡിമാൻഡിങ് ക്രിയേറ്റീവ് എബിലിറ്റി സച്ച് ആസ് ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലേ, ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്, ചന്ദ്രനിലോട്ട് നമ്മൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ റിസർച്ച് ചെയ്യും, ഡെവലപ്പ് ചെയ്യും, അപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചന്ദ്രയാൻ, അതല്ലെങ്കിൽ മംഗൾയാൻ, നമ്മൾ മാസിലോട്ട് നമ്മളൊരു ഇത് വിട്ടതാണ്, ഒരു സാറ്റലൈറ്റ് വിട്ടതാണ്. അപ്പോൾ ആ സാറ്റലൈറ്റ് പോകുന്ന സമയം അത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ പാത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തും. എന്തിനു വേണ്ടിയിട്ട്? അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു സമയം ആദ്യമേ പറയാൻ പറ്റൂല. അതിന് ആദ്യം തന്നെ പറഞ്ഞാൽ തന്നെ അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടർ വരുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും. ചിലപ്പം നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും കൂടുതലോ കുറവോ ആവാം. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇൻ സം പ്രോജക്ട്സ് വി മൈറ്റ് നോട്ട് ഹാവ് പ്രീവിയസ് എക്സാമ്പിൾസ്, ദെൻ there exists great amount of uncertainty in the time estimation of construction project. അപ്പോൾ മുൻപ് ചെയ്ത് ശീലമില്ലാത്ത ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, we have no previous example to refer. നമുക്ക് പണ്ട് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പഠിക്കാൻ ഒരു കാര്യങ്ങളും പണ്ട് നടന്നിട്ടില്ല. ഒരു പ്രീവിയസ് എക്സാമ്പിൾ ഇല്ലാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് എടുക്കാവുന്ന സമയത്തെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, അതായത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ കണക്കാക്കുന്ന സമയത്ത് ഒരുപാട് അൺസർട്ടനിറ്റികളുണ്ട്. അതായത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും എപ്പോൾ? വെൻ വി ഹാവ് നോ പ്രീവിയസ് എക്സാമ്പിൾ ടു റെഫർ. മുൻകാല ചരിത്രങ്ങൾ നമുക്കൊന്ന് റെഫർ ചെയ്യാനില്ലാത്ത പ്രോജക്റ്റുകൾ ഉണ്ടാവും ആദ്യമായിട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് വരുന്ന സമയത്തൊക്കെ. അങ്ങനത്തെ സമയങ്ങളിൽ PERT method introduces uncertainties into account in finding the total duration of the project. ഒരു പ്രോജക്റ്റിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ കണക്കാക്കുന്ന കാര്യത്തിൽ അൺസർട്ടനിറ്റീസും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പ്രോജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്? PERT മെത്തേഡ്. CPM മെത്തേഡിൽ അൺസർട്ടനിറ്റി എന്നൊരു സംഭവമേ ഇല്ല. ഓരോ ആക്ടിവിറ്റികൾക്കും കൃത്യം ഡ്യൂറേഷനുകളും അവ തമ്മിലുള്ള ബന്ധം കൃത്യമായി കാണിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു CPM മെത്തേഡ്. ബട്ട് PERT മെത്തേഡിൽ എന്താണ് വ്യത്യാസം? ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ അൺസർട്ടനിറ്റീസ്. ഒരു പ്രോജക്റ്റിൽ സംഭവിക്കാവുന്ന അൺസർട്ടനിറ്റീസിനെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിങ്ങിലോട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളിലോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ടേക്സ് ടു അക്കൗണ്ട്, അത് കണക്കിലെടുക്കുന്ന ഒരു മെത്തേഡാണ് ഏത്? PERT മെത്തേഡ്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് 3 kinds ഓഫ് ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി ഫോർ ആൻ ആക്ടിവിറ്റി ഡ്യൂറേഷൻ. അപ്പോൾ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കാണിക്കാൻ 3 ടൈം എസ്റ്റിമേറ്റുകളാണ് PERT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. 3 ടൈം എസ്റ്റിമേറ്റുകൾ ഒരു ആക്ടിവിറ്റിക്ക് ഉണ്ടാവും. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്,
പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് മിനിമം ടൈം റിക്വയർഡ് ഫോർ ആൻ ആക്ടിവിറ്റി ഇഫ് നത്തിങ് എക്സെപ്ഷനലി ഗോ റോങ്. അപ്പോൾ ഒന്നും ഭയങ്കര പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ, എക്സെപ്ഷനലി ഗോ റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടക്കാൻ പോവാണ്. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എക്സാമ്പിൾ പറയാം. അപ്പോൾ അത് നടക്കാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും എക്സെപ്ഷനലി ഗോ റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് പൂർണ്ണമായി നിർത്തിവെക്കേണ്ട എന്തെങ്കിലും അവസ്ഥ വരിക. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എസ്റ്റിമേറ്റ് ഓഫ് മിനിമം ടൈം റിക്വയർഡ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര സമയം വേണം, അതിന് പറയുന്ന പേരാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം. എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിനെയാണ് ഒപ്റ്റിമിസം എന്ന് പറയാം. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം ഏറ്റവും ചുരുങ്ങിയ സമയത്ത് പ്രോജക്റ്റ് തീരും എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ എത്ര സമയം എടുക്കും എന്ന് കണക്കാക്കുന്നതിനെയാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് 300 ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാം എന്ന് പറയാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഐഡിയൽ കണ്ടീഷൻസ് ആർ അസ്യൂംഡ് ടു പ്രിവെയിൽ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ആക്ടിവിറ്റി. ആക്ടിവിറ്റീസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് കണക്കാക്കുക. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഏറ്റവും ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം സമയത്തെ നമ്മൾ എന്താണ് പറയുക? ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈം എസ്റ്റിമേറ്റ്? ഇറ്റ് ഈസ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. പെസിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമിസത്തിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. It is an estimate of maximum time required for an activity if nothing exceptionally go wrong. ഈ എക്സെപ്ഷനലി ഗോ റോങ് എന്നുള്ളത് പറഞ്ഞാൽ പ്രോജക്റ്റ് നിർത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ കേസാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ടൈം എസ്റ്റിമേറ്റ് കാണുന്നതിൽ അർത്ഥമില്ല. അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് മാക്സിമം ടൈം റിക്വയർഡ്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പരമാവധി എത്ര സമയം എടുക്കാം എന്നതിനെ നമുക്ക് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയാം. അപ്പോൾ 300 ദിവസം കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും ഏറ്റവും ഈസി ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആയിരുന്നു. ചിലപ്പോൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു 380 ദിവസം വരെ പോവാം. അതിനുള്ളിൽ എങ്ങനെയായാലും തീരും. അപ്പോൾ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 300 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഈ ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ 380 ദിവസം വരെ പോവാം എന്ന് പറയുമ്പോൾ ആ 380 എന്ന് കാണിക്കുന്ന വാല്യൂ ആണ് എന്ത്? പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ആൻഡ് അബ്നോർമൽ സിറ്റുവേഷൻസ് ആർ അസ്യൂംഡ് ടു പ്രിവെയിൽ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്നോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാവാം എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന ടൈം എസ്റ്റിമേറ്റ് ആണ് എന്ത്? പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അപ്പൊ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊരു ടൈം എസ്റ്റിമേറ്റ് കണക്കാക്കുന്നതാണ് എന്ത്? പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ആൻഡ് വിച്ച് ഈസ് ദ ലാസ്റ്റ് ടൈം എസ്റ്റിമേറ്റ്? മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം എന്നാണ്. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം എന്നുള്ളതിനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം എസ്റ്റിമേറ്റ് മെയ്ഡ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രം അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം എത്രയേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് ജഡ്ജ്ഡ് ബേസ്ഡ് ഓൺ ദ ടൈം required if the activity is repeated a number of time under the same condition. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒപ്റ്റിമിസ്റ്റിക് ടൈം 300 ഡേയ്സ് ആണ്, അതിൻ്റെ പെസിമിസ്റ്റിക് ടൈം 380 ഡേയ്സ് ആണ്. അപ്പോൾ ഇതേ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒരു 100 വട്ടം ആവർത്തിച്ച ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിന് ഇത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. കാരണം അതേ സാഹചര്യത്തിലൂടെ അവർ മുന്നേ കടന്നു പോയിട്ടുണ്ട്. സെയിം കണ്ടീഷൻസിലൂടെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഈ ആക്ടിവിറ്റികളെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനികൾക്കോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിനോ കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം എത്രയാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ സമയത്തിനെയാണ് എന്തെന്ന് പറയാ? മോസ്റ്റ് ലൈക്ലി ടൈം.
അപ്പോൾ ഇറ്റ് സിഗ്നിഫൈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് ടൈം. അത് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള സമയം, ഫ്രീക്വന്റ് ആയിട്ട് ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ്, ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഏറ്റവും സാധാരണ നിലവിൽ കണ്ടുവരുന്ന എടുക്കുന്ന സമയം എത്രയാണെന്നാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയമാണ്, പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ സമയമാണ്, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ സാധ്യതയുള്ള ഇവയ്ക്കിടയിലുള്ള സമയമാണ്. അപ്പോൾ PERT നെറ്റ്വർക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. സാധാരണ നമ്മൾ ഈ സെയിം നെറ്റ്വർക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, CPM മെത്തേഡിലായിരുന്നു നമ്മൾ ആ നെറ്റ്വർക്ക് കാണിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി ബി നോക്കൂ. സാധാരണ ആക്ടിവിറ്റി ബിന്റെ താഴെ ഒരു സിംഗിൾ ഡ്യൂറേഷൻ ആണ് കൊടുക്കുക. ആ ഡ്യൂറേഷന് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? 3 ഡ്യൂറേഷനുകളാണ്. 3 ഡ്യൂറേഷനുകൾ കൊടുക്കുമ്പോൾ 8, 12, 16. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളതിനെ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയും. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയും. മൂന്നാമത്തതാണ് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. അപ്പൊ അതിനർത്ഥം എന്താ? ഒരു സിംഗിൾ ആക്ടിവിറ്റിക്ക് എടുക്കാവുന്ന 3 തലത്തിലുള്ള സമയത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഇത് 8 ദിവസം കൊണ്ട് തീർക്കാം, പരമാവധി പോയ 16 ദിവസം കൊണ്ട് തീർക്കാം, സാധാരണ ആക്ടിവിറ്റി ബി 12 ദിവസം കൊണ്ട് തീരാറുണ്ട്. എന്നിട്ട് ഇവയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇവയുടെ ആക്ച്വൽ ടൈം കാണാനുള്ള ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടാണ് PERT നെറ്റ്വർക്ക് അനാലിസിസ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഡിപ്ലോമ സിലബസ് പ്രകാരം അത് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഡെപ്തിൽ PERTയിൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് അവസാനമായിട്ട് കമ്പാരിസൺ ബിറ്റ്വീൻ CPM ക്രിട്ടിക്കൽ പാത്ത് നെറ്റ്വർക്ക് ആൻഡ് PERT പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തുന്നത്. കാരണം ഇത് എല്ലാ എക്സാമിനും കൃത്യമായിട്ട് ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ CPM എന്താന്നാ പറഞ്ഞേ? ഇറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് അല്ലേ? ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയം എടുക്കുമെന്ന് കൃത്യമായിട്ട് നമ്മൾ ആ നെറ്റ്വർക്കുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആക്ടിവിറ്റിക്ക് ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ. ആക്ടിവിറ്റി A 6 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി A 6 ഡേയ്സ് ആണ്. അതിൽ കൂടുകയോ കുറയോ എന്നുള്ളൊരു ചിന്തയേ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു മെത്തേഡാണ്, ഡിറ്റർമിനിസ്റ്റിക് ആണ്, ഫിക്സ്ഡ് ആണ്. ഏത്? CPM. അതേസമയം PERTയോ അത് പ്രോബബിലിസ്റ്റിക് ആണ്, സാധ്യതകളെ ബേസ് ചെയ്തിട്ട് കണക്കാക്കുന്നതാണ് PERT. ഇറ്റ് ഈസ് പ്രോബബിലിസ്റ്റിക്. ആ വാക്ക് വിട്ടുപോകാൻ പാടില്ല. അപ്പൊ ഡിറ്റർമിനിസ്റ്റിക് ആണ് CPMൻ്റെത്, പ്രോബബിലിസ്റ്റിക് ആണ് PERTയുടേത്. CPM ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓറിയന്റഡ് ഡയഗ്രാം അല്ലേ? CPMന്റെ നെറ്റ്വർക്ക് നമ്മൾ എന്തായിരുന്നു നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ നെറ്റ്വർക്കിൽ ആക്ടിവിറ്റി A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ആക്ടിവിറ്റി എക്ക് 6 ദിവസം എടുക്കുന്നു, ആക്ടിവിറ്റി ബിക്ക് 8 ദിവസം എടുക്കുന്നു, ആക്ടിവിറ്റി സിക്ക് 7 ദിവസം എടുക്കുന്നു. ഇത് മൂന്നും കൂടി കൂട്ടി വന്നപ്പോൾ 21 ഡേയ്സ് എടുക്കുന്നു. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയം എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് CPM നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആക്ടിവിറ്റി ഓറിയന്റഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതേസമയം PERT നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് ആക്ടിവിറ്റികളെ ബേസ് ചെയ്തിട്ടല്ല, പകരം ഇവന്റുകളെ ബേസ് ചെയ്തിട്ടാണ്. അതായത് A എന്നുള്ള ആക്ടിവിറ്റിക്ക് എത്ര ദിവസം എടുക്കുന്നു നമുക്കറിയില്ല, പകരം 1, 2 എന്നീ 2 ഇവന്റുകളാണ് A എന്ന ആക്ടിവിറ്റിയുടെ തുടക്കത്തെയും അവസാനത്തെയും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ 1 എന്ന ഇവന്റ് എപ്പോ സംഭവിക്കും, 2 എന്നുള്ള ഇവന്റ് എപ്പോ സംഭവിക്കും എന്നതാണ് PERT മെത്തേഡിന്റെ പ്രാധാന്യം. അവിടെ ആക്ടിവിറ്റിക്ക് എത്ര ഡ്യൂറേഷൻ എടുക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അതിനെ ഇവന്റ് ഓറിയന്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഓൺലി 1 ടൈം എസ്റ്റിമേറ്റ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. CPMലാണ് പറയുന്നത് എല്ലാ ആക്ടിവിറ്റികൾക്കും ഒരു സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് PERT? ഫോർ ഈച്ച് ആക്ടിവിറ്റി ഇറ്റ് ഹാസ് 3 ടൈം എസ്റ്റിമേറ്റ്. ഓരോ ആക്ടിവിറ്റികൾക്കും 3 ടൈം എസ്റ്റിമേറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയായിരുന്നു അത്? ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം. ബോത്ത് ടൈം ആൻഡ് കോസ്റ്റ് ആർ കൺട്രോളിംഗ് ഫാക്ടേഴ്സ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ സമയവും ചെലവും കൺട്രോളിംഗ് ഫാക്ടറാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ സമയത്തിനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റിൻ്റെയും സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഡ്യൂറേഷൻ തീരുമാനിക്കാൻ സാധിക്കും. അതല്ല, ചെലവാണ് അവിടുത്തെ കൺസ്ട്രെയിൻ എങ്കിൽ, അല്ലെങ്കിൽ ഇത്ര രൂപക്കാണ് ചെയ്തു തീർക്കേണ്ടതെങ്കിൽ ചിലപ്പം ദിവസം ഇച്ചിരി കൂടിയാലും നമുക്ക് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ടൈമിനെയും കോസ്റ്റിനെയും അഡ്ജസ്റ്റ് ചെയ്ത്
നമുക്ക് CPM മെത്തേഡിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ PERT മെത്തേഡിൽ കോസ്റ്റിനനുസരിച്ച് പ്രോജക്റ്റ് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം അത് എത്ര സമയമാണ് എടുക്കുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ടൈം ഈസ് ദ ഓൺലി കൺട്രോളിങ് ഫാക്ടർ. ടൈമിനെ ബേസ് ചെയ്ത് മാത്രമേ PERT മെത്തേഡ് നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ. ആൻഡ് കോസ്റ്റ് അപ്പോൾ എന്ത് സംഭവിക്കും? എത്ര സമയമാണോ പ്രോജക്റ്റ് എടുക്കുന്നത് അതിന് ആനുപാതികമായിട്ട് അവിടെ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് പിന്നെ ഡിസൈനിങ് PERT മെത്തേഡ് പറ്റൂല. ടൈമിനെ മാത്രമേ നമുക്ക് അവിടെ കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ CPM മെത്തേഡിലോ ടൈമിനെയും കുറക്കാം, കോസ്റ്റിനെയും കുറക്കാം. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം അത് നമുക്ക് നെറ്റ്വർക്കിൽ ചെയ്യാൻ പറ്റും. ടൈം കുറക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്ക് നോക്കാം. പക്ഷെ അത് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്ന റിസോഴ്സ് ലെവലിംഗ്, റിസോഴ്സ് സ്മൂത്തനിങ് എന്നൊക്കെ പറഞ്ഞ ടേംസിൽ അതിൻ്റെ ഈ ടൈമിനെയും കോസ്റ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മസ്റ്റ് ഹാവ് സീറോ ഫ്ലോട്ട്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ പറ്റാത്ത ആക്ടിവിറ്റീസിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവക്ക് അതുകൊണ്ട് സീറോ ഫ്ലോട്ടാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലെക്സിബിലിറ്റിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള. അപ്പോൾ ആ നീക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സീറോ ഫ്ലോട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബാർ ചാർട്ടിൽ ആക്ടിവിറ്റി ABCക്ക് സീറോ ഫ്ലോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. DEFന് മാത്രമായിരുന്നു ഫ്ലോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം PERT മെത്തേഡിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ക്രിട്ടിക്കൽ ഇവന്റ്സ് മേ ഹാവ് പോസിറ്റീവ്, സീറോ ഓർ നെഗറ്റീവ് സ്ലാക്ക് ഡിപ്പെൻഡിങ് ഓൺ കംപ്ലീഷൻ ടൈം. അപ്പുറത്ത് നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞതിന് പാരലൽ ആയിട്ടുള്ള അതേ ടേം തന്നെയാണ് സ്ലാക്കും. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ PERT മെത്തേഡിൽ ക്രിട്ടിക്കൽ ഇവന്റിന് എപ്പോഴും സീറോ സ്ലാക്ക് തന്നെ വരണം എന്നില്ല. പോസിറ്റീവ് സ്ലാക്ക് വരാം, നെഗറ്റീവ് സ്ലാക്ക് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ കംപ്ലീഷൻ ടൈം. പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈമിനനുസരിച്ചിട്ട് അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് സീറോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് എപ്പോഴും സീറോ ആവണം എന്ന് നിർബന്ധമാണ്. PERT മെത്തേഡിൽ അത് സീറോ ആവണമെന്നില്ല. പോസിറ്റീവും ആവാം, നെഗറ്റീവ് ആവാം ഇവിടെ ക്രിട്ടിക്കൽ ഇവന്റ്സിന്റെ കേസിൽ. ആൻഡ് ലാസ്റ്റ് കമ്പാരിസൺ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ വർക്ക് വിത്ത് റെപ്പിറ്റേറ്റീവ് ഇൻ നാച്ചർ where past experiences are available. പഴയകാല ചരിത്രങ്ങളുള്ള, മുമ്പ് വർക്ക് ചെയ്ത് ശീലമുള്ള പ്രോജക്റ്റുകൾക്കാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുക? CPM ചെയ്യുക. ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ അത് പണ്ട് ഒരുപാട് തവണ ചെയ്ത് ശീലമുള്ള ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഓരോ ആക്ടിവിറ്റീസും എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെന്നും അതുവഴി ടോട്ടൽ പ്രോജക്റ്റ് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്നും കൃത്യമായി മുൻകൂട്ടി കണക്കാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് CPM മെത്തേഡാണ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ് ഉപയോഗിക്കുക. ഏതൊക്കെ ആക്ടിവിറ്റിയാണ് സമയം കൂടുതൽ എടുക്കുക എന്നറിഞ്ഞ് അവർക്ക് ആ സമയത്തിനനുസരിച്ച് പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ PERT മെത്തേഡ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക്സ് വിത്ത് നോ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആർ അവൈലബിൾ. മുൻകാല ചരിത്രങ്ങളൊന്നുമില്ലാത്ത ഒരു പുതിയതായി ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിനെ അവയ്ക്ക് മുന്നേ നോക്കിയിട്ട് അന്ന് ഇത്ര സമയമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇത്ര സമയമാവും എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്, പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, ആദ്യമായി ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ ഒരു പ്രോജക്റ്റിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? PERT മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് CPMന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം? കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ സിമ്പിൾ ബിൽഡിംഗ് വേണമെങ്കിൽ പറയാം. PERTക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? സാറ്റലൈറ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ മംഗൾയാൻ പ്രോജക്റ്റ്. അത് മംഗൾയാനൊക്കെ നമ്മൾ മാർസിക്ക് മുമ്പ് ഒരു സാറ്റലൈറ്റ് അയച്ചിട്ടില്ല, ആദ്യമായിട്ട് അയക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സമയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ PERT മെത്തേഡ് ഒരു അൺസേർട്ടണിറ്റി, ഒരു ഉറപ്പില്ലായ്മ ഉള്ള സമയത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? PERT മെത്തേഡ്. ആൻഡ് സമയം കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? CPM മെത്തേഡ്. അപ്പോൾ CPM മെത്തേഡും PERT മെത്തേഡും തമ്മിലുള്ള തിയററ്റിക്കൽ ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.